ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം. കൊല്ലം സെഷൻസ് കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും സതീഷിനെ പോലീസ് പിടികൂടിയത്. വിവരങ്ങൾ എസ് ശാലിനി നൽകും. ശാലിനി, പറയൂ. ഗൗതമ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ അവിടെയാണ് ഈ ഒരു അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് വലിയതുറ പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ്. സതീശൻ ഇവിടെയാണ് ഉള്ളത്. പക്ഷേ സതീഷിൻ്റെ അഭിഭാഷകൻ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അഭിഭാഷകൻ പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ജാമ്യം ലഭിച്ചൊരു ആളാണ് സതീശൻ. ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് സതീശൻ നാട്ടിലേക്ക് എത്തിയത്. വിദേശത്ത് ജോലി പോയതുകൊണ്ട് തന്നെ വിദേശത്ത് നിൽക്കാൻ തുടരാനാകില്ല. സ്വാഭാവികമായും നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ പോലീസിൻ്റെ മുൻപാകെ സറണ്ടർ ആയിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജാമ്യത്തിൽ, മുൻകൂർ ഇടക്കാല ജാമ്യത്തിൽ ഇപ്പോൾ സതീശിനെ വിട്ടയക്കുകയാണ്. മറ്റ് ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ളതാണ് സതീഷിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യ എന്ന 23-കാരി മരണപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഭർത്താവായിരുന്ന ഒപ്പമുണ്ടായിരുന്ന സതീഷിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും ആ ആത്മഹത്യയ്ക്ക് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടെങ്കിൽ അത് മറന്നേക്ക് പുറത്തു വരണമെന്നൊക്കെയായിരുന്നു ഈ കുടുംബം അറിയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പുറത്തു വരികയും സതീഷ് അതുല്യയെ മാനസികമായും ശാരീരികമായും അടക്കം പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കുടുംബത്തിന് അയച്ചു കൊടുത്ത ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത വീഡിയോ സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് വലിയ രീതിയിൽ അതുല്യയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള സതീശൻ പ്രതിരോധത്തിലാവുകയും പിന്നീട് ഷാർജ പോലീസിലും കൂടാതെ തന്നെ കേരള പോലീസിലും അത് കേസായി എത്തുകയും ചെയ്തത്. കുടുംബം നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റ് നടപടികൾ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഈ സംഭവത്തിന് പിന്നാലെ ജോലി ചെയ്തിരുന്ന ഇടത്തു നിന്നും ജോലി നഷ്ടമാകുന്ന സാഹചര്യം സതീശന് നേരിടേണ്ടി വന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നാട്ടിലേക്ക് സതീശൻ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വലിയതുറ സ്റ്റേഷനിലാണ് ഉള്ളത്. സ്റ്റേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കൊല്ലത്തേക്ക് സതീശൻ മടങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഇടക്കാല ജാമ്യാപേക്ഷ കൊല്ലം സെഷൻസ് കോടതിയിൽ നൽകി. സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സതീശൻ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകും, ഒപ്പം തന്നെ കേസിൻ്റെ മറ്റ് നടപടികളുമായി സഹകരിക്കുമെന്നുള്ളതാണ് സതീശിൻ്റെ അഭിഭാഷകൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് സതീശിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്.